കസ്റ്റമർ വന്ന് വലിയ ലെവലിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചിരിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. അങ്ങനത്തെ സാഹചര്യമാണ്. സ്മൈലിൽ തുടങ്ങിയേ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ് ഓർ ഐഡിയാസ് ത്രൂ എനി മീഡിയ. എങ്ങനെയാവാം? ആംഗ്യഭാഷയായിരിക്കാം, ആംഗ്യഭാഷ, ബോഡി ലാംഗ്വേജ്, പിന്നെ വേർബൽ അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാവാം. ഒരു ഐ കോണ്ടാക്റ്റിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ 100% ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവണമെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഐഡിയാസും തോട്ട്സും അതുപോലെ അവിടെ പെർസീവ് ചെയ്തിട്ടുണ്ടാവും. അതാണ് അവിടുത്തെ പെർസെപ്ഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജേഴ്സ് ചോദിക്കും, നമ്മളിത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞു, അയാളെ എങ്ങനെ എടുത്തു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ മാറാറുണ്ട്. ഇത് ടാപ്പേഴ്സ് ലിസണേഴ്സ് പ്രോബ്ലം ഉണ്ട്. അതായത് പറയുന്ന ആൾക്കാരുടെ ഇതും കേൾക്കുന്ന ആൾക്കാരുടെയും ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അതെ. ഈ ഗ്യാപ്പ് എലിമിനേറ്റ് ചെയ്യാത്തിടത്തോളം, അത് എലിമിനേറ്റ് ആയി എന്നുള്ളത് ഉറപ്പ് വരാത്തിടത്തോളം നമുക്കത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളത് പറയാൻ കഴിയില്ല. അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ ആ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് അതുപോലെ വരുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വന്നിട്ടില്ലെങ്കിൽ there is something wrong. അത് മാത്രമല്ല, ഈ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ രണ്ട് തട്ടായിരിക്കും. ഒന്ന്, ഇവർ പറയുന്ന ആളുടെ ഒരുപാട് ഐഡിയാസ്, ഇത് ഇത്ര ക്വാളിറ്റി അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം? വല്ല ടിപ്സും? ഒരുപാട് മെത്തേഡ്സ് എന്ന്. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ പറയുന്ന ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ കേൾക്കുന്ന ആൾ പ്രോപ്പർ വേയിൽ എടുക്കുന്നു എന്നറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള, ഒരു റോക്കറ്റ് സയൻസും ഇല്ലാത്തൊരു ടിപ്പുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലായി എന്ന് ചോദിച്ചതിന് ശേഷം മനസ്സിലായി എന്നാണ് പറയുന്നതെങ്കിൽ തിരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. സിമ്പിൾ, വെരി സിമ്പിൾ. ഏത് ബിസിനസ്സിലും, ഏത് കൊച്ചു ബിസിനസ് ആണെങ്കിലും, ഈവൻ നമ്മളുടെ വീട്ടിലാണെങ്കിൽ പോലും, മക്കൾ പഠിച്ചു, മോളെ പദ്യം ഒന്ന് ചൊല്ലിക്കേ, എന്തിനാ പറയുന്നത്? നമ്മൾ ശീലിക്കുന്നതാണ്. പലപ്പോഴും ഈ തിരിച്ച് പറയാനുള്ള ആ സമയം നമ്മൾ ലാഭിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻസ്. ഇപ്പോൾ നമ്മളിങ്ങനെ വരക്കുകയാണ്, നമ്മളവിടെ സംസാരിക്കുന്നു, ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആരാണ്, അവനല്ല ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന്. കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും കൃത്യമായി അവരൊന്ന് പുറത്തെടുത്ത ആൾ. അപ്പം ശരിക്കും കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടക്കുന്നത് കൂടുതൽ സംസാരിക്കുന്ന കൊടുത്തല്ല, കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഉള്ളിലേക്ക് ഇത് കയറ്റുന്ന കൊടുത്താണ്. കേട്ടിട്ടുണ്ട്. അതെ, അപ്പോഴാണ് അത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെയും ചോദ്യമാണ്, എന്താണ് മനസ്സിലായത്, തിരിച്ചിങ്ങോട്ട് പറയിപ്പിക്കുക. ചോദ്യമാണല്ലോ, ചോദ്യങ്ങൾക്കാണ് ആൻസറിനേക്കാളും പ്രധാനം, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ നമ്മൾ നോക്കുകയാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ പറയാറുണ്ട്, ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ ഒരു നോർമൽ മാർക്കറ്റർ ആണെങ്കിൽ, നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാൾ പ്രൊഫഷണൽ മാർക്കറ്ററാണെന്ന് പറയും. നല്ല ചോദ്യങ്ങൾ ചോദിക്കും. പല നല്ല ചോദ്യങ്ങളിലും ഉത്തരങ്ങളുണ്ട്, നമ്മളെ ചിന്തിപ്പിക്കും. അപ്പോൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ? ആ ചോദ്യം മാത്രമല്ല, തിരിച്ചിങ്ങോട്ട് പറയൂ എന്ന് പറയുന്നതും അതിൻ്റെ കൂടെയാണ്. തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതായത് തിയറിറ്റിക്കലി, അല്ലെങ്കിൽ നമ്മൾ ഇതിനൊരു സൈക്കോളജിക്കലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കേൾക്കുന്ന ആളുകൾ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ഗ്യാപ്സ് ആണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെയിൽസ് പ്രോസസ്സ് നോക്കുക. ഞാനൊരു മാർക്കറ്ററാണ്, ഞാനൊരു ഡിറ്റർജൻറ്റ് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ഡിറ്റർജൻറ്റ് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഈ സംഭവങ്ങളൊക്കെയാണെന്ന് പറയുമ്പോഴും കേൾക്കുന്ന ആൾക്കാർ ശരി, അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഉജാല ബ്രാൻഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേമസ് ബ്രാൻഡ് അവിടെ ഉണ്ടായിരിക്കും. എങ്ങനെ ഉജാലയിൽ നിന്ന് വ്യത്യസ്തമാവും ഇവർ, അല്ലെങ്കിൽ എങ്ങനെ ഉജാലയെ ഇവരുടെ മുകളിലോട്ട് കയറ്റാന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളതാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നത്. അല്ല നമ്മൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയല്ല, ഇത് അവിടെ വരുന്നുണ്ട്. അതേസമയം ഇത് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം നല്ല ചോദ്യങ്ങൾ, മാം ഏതാണ് യൂസ് ചെയ്യുന്നത്, ഉജാല, അപ്രീഷിയേറ്റ് ചെയ്യുക, നല്ല കമ്പനിയാണ്, ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും തിയറിറ്റിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്കിൻ ക്വസ്റ്റ്യൻസ്, ബ്രെയിൻ ക്വസ്റ്റ്യൻസ്, ഹാർട്ട് ക്വസ്റ്റ്യൻസ്, ബോൺ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല ചോദ്യങ്ങൾക്ക് സാധിക്കും. ഒരാൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ മാം, സുഖമായിരിക്കുന്നോ, സർ സുഖമായിരിക്കുന്നോ, അത് ഈ പ്രൊഡക്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല ആ ചോദ്യത്തിന്. റാപ്പോ കട്ട് ചെയ്യുക. നമ്മളിപ്പോഴും പറയും
റാപ്പോ ബിൽഡ് ചെയ്യണം അല്ലേ? ആ റാപ്പോ ഞാൻ അവിടെ നിന്നാണ് ഇന്ന കമ്പനി നിന്നാണ് അതിലൊന്നും റാപ്പോ ബിൽഡ് ചെയ്യണമെന്നില്ല. അൺലെസ് ആൻഡ് നിങ്ങൾ ഓക്കെ ഗൂഗിളിൽ നിന്നൊന്ന് ഡിറ്റർജന്റ് വിൽക്കുന്നു, ഓക്കെ കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. നമ്മളറിയാത്ത ഒരു ടെറൈനിൽ നിന്ന് ഒരാൾ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കും. ഇവൻ അടുപ്പിക്കരുത്. നമ്മുടെ മൈൻഡിൻ്റെ പ്രത്യേകതയാണത്. എന്ത് കാര്യം വരുമ്പോഴും ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സ് നോയാണ്, യെസ് അല്ല. എന്ത് കാര്യം നമുക്ക് ഡൗട്ട്ഫുൾ ആയിരുമ്പോഴും നമുക്ക് നോയാണ്. ആദ്യം എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ നോക്കും, എങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും. കംഫർട്ട് സോൺ പൊട്ടിപ്പോകുന്നുള്ള ഒരു പേടിയാണ്. അതുവരെ നല്ല സോണിൽ നല്ല സുഖമായിട്ട് പോകുന്ന സാധനം അത് നമ്മളെല്ലാവരും അങ്ങനെയാണ്. അങ്ങനെയാണോ? എല്ലാവരും അങ്ങനെയാണ്. ബൈ ബേർത്ത് ആ സംഭവം അങ്ങനെയാണ്. കുരുത്തക്കേട് കാണിക്കാൻ ആദ്യം യെസ് ആയി. അത് ബിസിനസ്സിലായിക്കോട്ടെ, കോളേജിൽ പഠിക്കുന്ന ആയിക്കോട്ടെ, ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ കുരുത്തക്കേടനാണെങ്കിലും ഒക്കെ. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയം ആദ്യം നോ. എടാ നമുക്ക് ഇത് ഇരുന്ന് പഠിക്കല്ലേ, ഇപ്പൊ വേണോ? അത് നോയാണ്. മനസ്സിലായില്ലേ? കഷ്ടപ്പാടുകൾ വരുമ്പോഴൊക്കെ, ഇഷ്ടങ്ങളല്ലാത്ത കഷ്ടപ്പാടുകൾ വരുമ്പോഴൊക്കെ അവിടെ ആദ്യം നോ പറയും. പിന്നെ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ചിന്തിക്കുമ്പോൾ ഓക്കെ യെസിലോട്ട് മാറും. അപ്പം ഒരു സെയിൽസ് പേഴ്സൺ വരുന്ന സമയത്ത് കസ്റ്റമർ അവിടെ നോ ആയിട്ട് നോ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഈ നോ എവിടെ അറിയണം എന്നുള്ള. അതേസമയം സുഖമാണോ മാം, ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്ന് അയക്കും. ഈശ്വര, ഇവനിത് അയക്കാനായിട്ടില്ല, ഇവൻ ബാക്കില്ല. പറ എന്താ കാര്യം? ഞാൻ ഇങ്ങനെ ഇന്ന ഡിറ്റർജൻറ്റ് കമ്പനിയിൽ നിന്നാണ്. നിങ്ങളിവിടെ ഡിറ്റർജൻറ്റ്സ് ഓബ്വിയസ്ലി ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ, നിങ്ങൾ നല്ല ഡിറ്റർജൻ്റ് ആയിരിക്കും. അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. വീണ്ടും ഇവൻ കൊള്ളാമല്ലോ. ഈ റാപ്പാണ് ബിസിനസ്സിലോട്ട് കയറിയിട്ടില്ല. ഈ റാപ്പ്, ഈ അമ്പ് ഇവിടെ നിന്ന് മാറ്റി നിർത്തണം. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതുപോലെ നമ്മളെ ശരിക്കും എന്റർപ്രണറുടെ കസ്റ്റമറാണ് നമ്മുടെ ടീം. ഇന്റേണൽ ടീമിനോട് റാപ്പോ ബിൽഡ് ചെയ്ത് നല്ല ക്വസ്റ്റ്യനുകൾ ചോദിച്ച് ശരിക്കും എന്താണ് നമ്മുടെ ഉള്ളിൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് നേരിട്ട് പറയാതെ ചോദ്യങ്ങൾ ചോദിച്ച് അതിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് നല്ലൊരു സ്കില്ലാണ്. നല്ല സ്കില്ലാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രായോഗികമല്ല. അപ്പോൾ ഒരു നല്ലൊരു വിജയിച്ച ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നാമത്തെ കഴിവ് അതാണ് വേണ്ടത്. അതെ. രണ്ടാണ് ലീഡർഷിപ്പ്. ഒന്നാമത്തെ കഴിവ് നന്നായിട്ട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഒന്നും കൂടെ ഇനി ഉണ്ട്. ഇത് പറഞ്ഞു പോയി ആ ചോദ്യം എങ്ങനെ ചോദിക്കണം, അങ്ങനെ ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ അത്രക്കൊന്നും നമുക്ക് വിശാലമായിട്ട് പോകാൻ പാടില്ല. ഇതില് കംഫർട്ട് സോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മളെ ഇപ്പോൾ സാധാരണക്കാരുടെ ഒരു ബിസിനസ്സിൽ നിന്നുള്ള മാറ്റത്തിന് തയ്യാറാകുമ്പോഴേ മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്താ എനിക്ക് ബിസിനസ് വരാത്തത് എന്നുള്ളത് ആ കംഫർട്ട് സോണിൽ നിന്ന് എങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ വരുന്നത്. അതേസമയം മാറ്റത്തിന് തയ്യാറാകുമ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ നേരത്തെ സ്ലിപ്പിൻ്റെ കാര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിച്ച് എന്ന് പറഞ്ഞു. സ്ലിപ്പിലാണെങ്കിലും ആ സ്ലിപ്പ് അവരുടെ നിന്ന് കൃത്യമായി നമ്മൾ ഫില്ല് ചെയ്യാൻ അവർ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളൊരു 8-20 സിസ്റ്റം ഉപയോഗിക്കുക എന്നാണ് പറയുക. സാധാരണ ഒരു 20 നമ്മൾ ഉപയോഗിക്കുകയും 80 അവർ പറയുന്ന രീതിയിലേക്ക് മാറണം. 80 അവർ പറയണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു ബന്ധം വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം. ഈ റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ ചിരിച്ചില്ല, റിലേഷൻഷിപ്പിന്റെ അവിടെ തന്നെ പോയി ഏകദേശം 30-40% പോയി. സ്മൈൽ അവിടെ പോയി. അപ്പോൾ നമ്മള് പല ഹോൾസെയിൽ സ്ഥാപനത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥാപനത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കസ്റ്റമർ വന്ന് വലിയ ലെവലിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചിരിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. അങ്ങനത്തെ സാഹചര്യം. സ്മൈലിൽ തുടങ്ങിയേ പറ്റുള്ളൂ. ഈ സ്മൈലിൽ തുടങ്ങി വന്ന പാട് അവർ ഏത് രീതിയിലുള്ള ടെൻഷനുള്ളവരാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഒരുപാട് സന്തോഷമുള്ള ആളോട് ഒരു കാര്യം പറയാൻ പാടില്ല എന്നാണ്. ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവരോടൊരു കാര്യം സംസാരിക്കും. ഒരുപാട് സങ്കടത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ അവരെ ആശ്വസിപ്പിക്കുക എന്നല്ലാതെ അതിലപ്പുറം വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓരോ ടെക്നിക്കലുണ്ട്. അപ്പോൾ ആളുകൾ കയറി വരുന്ന സിറ്റുവേഷൻ ഏതാണെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം എന്നുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം? ആ സ്മൈലിൽ അറിയാൻ പറ്റണം. സ്മൈലിലും അതുപോലെ തന്നെ ഐ ടു ഐ കോണ്ടാക്റ്റിലാണ് പിന്നെ കിടക്കുന്നത്. അവര് നമ്മുടെ മുഖത്തേക്ക് നോക്കാതെ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കാതെ മുഖത്തേക്ക് മാത്രം കണ്ണിലേക്ക് നോക്കാം. ഐ ടു ഐ കോണ്ടാക്ട് വേണം. ഐ ടു ഐ കോണ്ടാക്ട് വന്നതിന് ശേഷം അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ എന്താണ് വേണ്ടതെന്നല്ല അവിടെ ചോദിക്കേണ്ടത്. ഒരിക്കലും അവർക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ എന്ന് ഒരിക്കലും സ്പോട്ടിൽ ചോദിക്കാൻ പാടില്ല.